ജീവിതത്തിൽ നിരാശരായി കഴിഞ്ഞാൽ ഒരു മോട്ടിവേഷൻ കേട്ട് കഴിയുമ്പോൾ നമുക്കൊക്കെ ഒരു സ്പാർക്ക് വരാറുണ്ടാകും. മോട്ടിവേഷൻ സ്പീക്കിംഗ് നടത്തുന്നത് തൊഴിലാക്കിയവരും ഒന്നും അറിയില്ലെങ്കിലും ജീവിതത്തിൽ വിജയിക്കാൻ മോട്ടിവേഷൻ മാത്രം മതിയെന്നുമൊക്കെ പറയുന്നവരും ധാരാളമായുണ്ട്. എന്നാൽ ഡിപ്രഷൻ പോലെയുള്ള ഏറ്റവും മാരകമായ മാനസിക അവസ്ഥകളെക്കുറിച്ച് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പൊതുവിൽ പറയാറുള്ളത്, അല്ലെങ്കിൽ ഇതേക്കുറിച്ചൊരു ധാരണയുമില്ലാത്ത കുറേ സെലിബ്രിറ്റികളൊക്കെ പറഞ്ഞു വയ്ക്കാറുള്ളത്, ഇതൊക്കെ മനസ്സിന്റെ തോന്നൽ മാത്രമാണെന്നുള്ളതാണ്. ഡിപ്രഷനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടുള്ള നടി കൃഷ്ണപ്രഭയുടെ വാക്കുകൾ ഏറെ വിവാദമായിരുന്നു. പണിയില്ലാത്തത് കൊണ്ടാണ് ഡിപ്രഷനും മൂഡ് സ്വിങ്സും വരുന്നത് എന്നായിരുന്നു നടിയുടെ പരാമർശം. ഇപ്പോഴുള്ള ആളുകൾ പറയുന്നത് കേൾക്കാം, ഓവർ തിങ്കിങ് ആണ് ഡിപ്രഷൻ വരുന്നു എന്നൊക്കെ. എന്തൊക്കെയോ പുതിയ വാക്കുകളൊക്കെ വരുന്നുണ്ടല്ലോ, മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഞങ്ങൾ വെറുതെ കളിപ്പിച്ച് പറയും, പണ്ടത്തെ വട്ട് തന്നെ. ഇപ്പോൾ ഡിപ്രഷന് പുതിയ പേരിട്ടു. ഇതൊക്കെ വരാൻ കാരണം പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. എപ്പോഴും മനുഷ്യൻ ബിസിയായിരുന്നാൽ കുറെ കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്നൊക്കെയാണ് നടി പറഞ്ഞു വെച്ചത്. ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖമോ പ്രശ്നങ്ങളോ ഒക്കെ വരുമ്പോൾ അപ്പോൾ തോന്നുന്ന കേവലം മാനസികാവസ്ഥ മാത്രമാണ് ഡിപ്രഷൻ എന്ന് വിചാരിച്ച് ഇത്തരത്തിൽ മൊഴിമുത്തുകൾ വാരി വിതറുന്ന നിരവധി ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. പണിയൊന്നും എടുക്കാതെ ഒരു മൂലയ്ക്ക് ചുരുണ്ടുകൂടാൻ വേണ്ടിയാണ് ഡിപ്രഷൻ എന്ന രോഗത്തെ പലപ്പോഴും ഉപയോഗിക്കുന്നതെന്നും രോഗം എന്നത് കേവലം ചിന്തിച്ചു കൂട്ടുന്നത് എന്നുമാണ് ഇക്കൂട്ടരൊക്കെ പറഞ്ഞു വെക്കുന്നത്. കൃത്യമായി ചികിത്സിക്കപ്പെടേണ്ട, മനസ്സിലാക്കേണ്ട ഒരു രോഗാവസ്ഥയാണ് മാനസിക രോഗമെന്നും ഈ ഘട്ടത്തിൽ രോഗിക്ക് ആനന്ദം അനുഭവിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നുവെന്നും കടുത്ത ശരീരക്ഷീണവും എക്സ്ട്രീം സിനാരിയോകളിൽ കടുത്ത ആത്മഹത്യാ പ്രവണതകളും നിസ്സഹായ അവസ്ഥയും നിരാശാബോധവും ആത്മവിശ്വാസക്കുറവും കടുത്ത കുറ്റബോധവും പാപബോധവും എല്ലാം വിഷാദരോഗികളിൽ സർവ്വസാധാരണമാണ്. അങ്ങനെയുള്ള ആളുകളെ നോക്കിയാണ് നിങ്ങൾക്ക് പണിക്ക് പോകാൻ കഴിയാഞ്ഞിട്ടാണ് ഇത്തരത്തിലെ വാക്കുകൾ പറഞ്ഞ് സേഫ് സോണിലിരിക്കുന്നതെന്നൊക്കെ നടി കൃഷ്ണപ്രഭയ്ക്ക് വിളിച്ചു പറയാം. നമ്മുടെ നാട്ടിൽ എന്തായാലും എത്ര വലിയ സെലിബ്രിറ്റികളാണെങ്കിലും മാനസിക ആരോഗ്യത്തെക്കുറിച്ച് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ചുക്കും ചുണ്ണാമ്പും അറിയില്ല എന്ന് കൃഷ്ണപ്രഭയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം. ഡിപ്രഷൻ എന്നൊരു രോഗാവസ്ഥയാണെന്നും ഇതിനെയൊക്കെ മറികടക്കാൻ കൃത്യമായ ചികിത്സയും തെറാപ്പികളും അതിനൊക്കെ അപ്പുറമായി രോഗാവസ്ഥയെ മനസ്സിലാക്കുന്ന ആളുകൾ ചുറ്റുമുണ്ടാവണമെന്നൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. വായിൽ വന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന പോലെയാണ് കൃഷ്ണപ്രഭയുടെ വാക്കുകൾ. കൃഷ്ണപ്രഭയ്ക്ക് തൊട്ടുപുറകെ അടുത്ത അവതാരപ്പിറവിയും വന്നു. മൂഡ് സ്വിങ്സിൽ സ്ത്രീകളെ കുറ്റപ്പെടുത്തി പ്രമുഖ മോട്ടിവേഷണൽ സ്പീക്കർ അഭിഷാദ് ഗുരുവായൂരാണ് രംഗത്തെത്തുന്നത്. സ്ത്രീകൾക്ക് പരമസുഖമാണെന്നും എന്തിനും ഏതിനും മൂഡ് സ്വിങ്സ് ആണെന്നും പറഞ്ഞാൽ മതിയെന്നും വിദ്യാർത്ഥികൾ അടക്കമുള്ളവരോട് അഭിഷാദ് പറയുന്നൊരു വീഡിയോ കയറി അങ്ങ് വൈറലായി. പുരുഷന്മാർക്ക് ഒരു സ്വിങ്ങും ഇല്ലെന്നും EMI അടയ്ക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അഭിഷാദ് വിശദീകരിക്കുന്നുണ്ട്. കൈയടിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടം കാണികൾ ഇയാളെ നിന്ന് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. മുന്നിലിരിക്കാൻ ഒരു 10 പേരെ കിട്ടിയാൽ വായിൽ തോന്നുന്നൊക്കെ പറയുന്ന അഭിഷാദ് ഗുരുവായൂരിന് സ്ത്രീകൾ കടന്നു പോകുന്ന ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയ്ക്ക് പിന്നിലെ സയൻസ് എന്താണെന്ന് അറിയാമോ? എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇത് അനുഭവിക്കുന്നത് നിങ്ങൾക്കറിയാം. ഇതൊന്നും അറിയില്ലെങ്കിലും ഞങ്ങൾ പുരുഷന്മാരൊക്കെ പാവമാണ്, ഞങ്ങൾ പുരുഷന്മാർക്ക് ഇങ്ങനത്തെ മാനസികാവസ്ഥകളിൽ നിന്നും പറഞ്ഞ കള്ള ലേബൽ ഒട്ടിച്ച് നടക്കാൻ സമയമില്ല, ഞങ്ങൾ പുരുഷന്മാരൊക്കെ കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത പേറുന്ന ആളുകളാണ്, അതുകൊണ്ട് ഞങ്ങൾ പുരുഷന്മാർക്കൊന്നും ഇങ്ങനത്തെ സേഫ് സോൺ ഇല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. കടുത്ത സ്ത്രീ വിരുദ്ധതയും കടുത്ത പുരുഷ മേധാവിത്വവും ഒക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. സ്ത്രീകൾക്ക് കൂടുതലായി മാനസികാവസ്ഥയിൽ മാറ്റങ്ങൾ അനുഭവപ്പെടാൻ പല പല കാരണങ്ങളുണ്ട്. പ്രധാനമായും ആർത്തവ ചക്രമാണ്. ഗർഭം, പ്രസവാനന്തര കാലഘട്ടം, ആർത്തവവിരാമം തുടങ്ങി ഒരു കുട്ടി സ്ത്രീയായി മാറുന്ന ഘട്ടത്തിലും അവൾ ആർത്തവിരാമത്തിൽ ഉടനീളം എത്തുന്ന കാലഘട്ടങ്ങളിൽ ഉടനീളം സംഭവിക്കുന്ന ഹോർമോൺ ഏറ്റക്കുറച്ചിലുകളുണ്ട്. നമ്മുടെ മനുഷ്യനാണ്, തലച്ചോറുണ്ട്, ഹോർമോൺ വ്യതിയാനങ്ങൾ സംഭവിക്കും. സ്ത്രീ ഹോർമോണുകളായ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും മാനസികാവസ്ഥയും വികാരങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ രാസവസ്തുക്കളായ സെറോട്ടോണിൻ, ഡോപാമൈൻ എന്നിവയെ നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ആർത്തവത്തിന് മുൻപോ അണ്ടോൽപാദന സമയത്തോ ഉണ്ടാകുന്നത് പോലെ ഈ ഹോർമോണുകളുടെ അളവ് കുത്തനെ ഉയരുകയോ കുറയുകയോ മാറ്റങ്ങൾ വരികയോ ചെയ്യുമ്പോൾ അത് ഒരു വ്യക്തിയെ ക്ഷോഭത്തിലേക്കും സങ്കടത്തിലേക്കും ഉത്കണ്ഠയിലേക്കും ഒക്കെ കൊണ്ടുവന്നെത്തിക്കും. പ്രീമെൻസ്ട്രൽ സിൻഡ്രോം, PMS അല്ലെങ്കിൽ പ്രീമെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ പോലെയുള്ള അവസ്ഥകൾ ഈ കണ്ടീഷനെ വർദ്ധിപ്പിക്കാം. ജീവശാസ്ത്രത്തിനപ്പുറം സാമൂഹികവും മാനസികവുമായ ഘടകങ്ങളും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സ്ത്രീകൾ പലപ്പോഴും ഒന്നിലധികം ഉത്തരവാദിത്തങ്ങളിൽ ഏർപ്പെടുന്നു. ജോലിയുണ്ട്, വീടിലെ ഉത്തരവാദിത്തങ്ങൾ, ബന്ധങ്ങൾ, സ്വയം പരിചരണം, കുട്ടികളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഇത് സമ്മർദ്ദം വർദ്ധിപ്പിക്കും, വൈകാരിക സമ്മർദ്ദം വർദ്ധിപ്പിക്കും. മാത്രമല്ല പോഷകാഹാരക്കുറവ്, പരിമിതമായ മീ ടൈം എന്ന് പറയും, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ സമയമില്ലാത്ത അവസ്ഥ, ഉറക്കക്കുറവ്, ക്ഷീണം, അതിനൊപ്പം ഈ ഹോർമോൺ വ്യതിയാനങ്ങളും. സ്ത്രീകളുടെ മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾ ഹോർമോൺ, മാനസിക ജീവിതശൈലി ഘടകങ്ങളാൽ ഒക്കെ കാരണപ്പെട്ട് മാറി മാറി വരും. മൂഡ് സ്വിങ്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തമാശയൊക്കെ ആണെങ്കിലും അത് അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കണം.
സ്ത്രീകളുടെ മാനസികാവസ്ഥയെ വെച്ച് പുരുഷന്മാരുടെ കഷ്ടപ്പാടിനെ തുലനം ചെയ്യുന്നത് കഷ്ടമാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കഷ്ടപ്പാടുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞു വെക്കേണ്ടത്. നിങ്ങൾ കടന്നു പോകാത്ത ഒരു മാനസികാവസ്ഥയിൽ ഒരു സ്ത്രീയെ നിങ്ങൾക്ക് ഇങ്ങനെ വൃത്തികേടോടുകൂടി ചിത്രീകരിക്കാൻ എങ്ങനെയാണ് അഭിഷാദിനെ പോലെ 1 മില്യൺ ഫോളോവേഴ്സ് യൂട്യൂബിലുമുള്ള വലിയ രീതിയിൽ പ്രചാരണം കിട്ടിയ മോട്ടിവേഷൻ സ്പീക്കർക്ക് സാധിക്കുന്നത്? അതിനെ വിവരക്കേടെന്നല്ലാതെ എന്താണ് പറയേണ്ടത്? നോക്കൂ, പാട്രിയാർക്കി എന്ന് പറയുന്ന സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഇത് ഇങ്ങനെയൊക്കെയാണ്. നിങ്ങളോട് പുരുഷന്മാർ മാത്രം EMI അടയ്ക്കാനും പുരുഷന്മാർ മാത്രം വീടിന്റെ സാമ്പത്തിക അവസ്ഥകൾ കൈകാര്യം ചെയ്യാനും വരുന്നതിന്റെ അവസ്ഥ എന്താണ്? കാരണം എന്താണ്? അത് പാട്രിയാർക്കി കൊണ്ടുവന്ന സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ടാണ്. ഒരു പാട്രിയാർക്കി സിസ്റ്റത്തിൽ പുരുഷൻ അനുഭവിക്കേണ്ടി വരുന്ന ഗതികേടുകളാണ് ഇതൊക്കെ. ആ ഗതികേടുകൾ എടുത്ത് മാറ്റിവെച്ച് ഒരു കുടുംബത്തിലെ സ്ത്രീയും പുരുഷനും തുല്യമായ ജോലിക്ക് പോവുകയും വേതനം കൊണ്ടുവരികയും അവർ വീട്ടിലെ കാര്യങ്ങൾ പരസ്പരം ആലോചിച്ചും പരസ്പരം ജോലികൾ പങ്കിട്ടെടുത്തും ആ ബേർഡൻ പരസ്പരം പങ്കിട്ടെടുക്കുക എന്നുള്ളതാണ് ആധുനിക രീതി. അതിന് സ്ത്രീകളുടെ മൂഡ് സ്വിങ്സിനെ നോക്കി കളിയാക്കി പറഞ്ഞ് ആ പാട്രിയാർക്കിയുടെ ഗതികെട്ട അവസ്ഥകൾ നിങ്ങൾ പേർന്നതിന് എന്തിനാണ് സ്ത്രീകളുടെ ഈ മാനസികാവസ്ഥയെ നിങ്ങൾ കളിയാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അടിസ്ഥാനപരമായി ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ സ്പീക്കിങ്ങുകൾ ഒരു തരത്തിലുള്ള മോട്ടിവേഷനുമല്ല, ഡീമോട്ടിവേഷനാണ് മനുഷ്യൻ ഉണ്ടാക്കുന്നത്. ഇത്രയും വിവരക്കേട് പറഞ്ഞിരുന്ന് അത് കേട്ട് അതിന് കൈയടിച്ച സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കാണികളെ എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങളും നിങ്ങളുടെ അമ്മമാരും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ അവസ്ഥകളും ഒക്കെ മറന്നു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാതെ ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ സ്പീക്കർ പറയുന്നതിലെ തമാശ എന്തോ വേൾഡ് ക്ലാസിക് കോമഡിയാണ് അല്ലെങ്കിൽ അതിലെന്തോ വലിയ സംഭവമുണ്ട് എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് ഇത്തരം മോട്ടിവേഷൻ ക്ലാസ്സുകളിലൊക്കെ ഒതുങ്ങാനേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കൃഷ്ണപ്രഭ ആയിക്കോട്ടെ, അഭിഷാദ് ഗുരുവായൂരായിക്കോട്ടെ, ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള കാണികളായിക്കൊള്ളട്ടെ, മനസ്സിലാക്കുക, അറിയില്ലെങ്കിൽ മിണ്ടാതെ ഇരിക്കുക, അറിയില്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുക. ദയവ് ചെയ്ത് വിഷാദം അനുഭവിക്കുന്ന, കഷ്ടപ്പെടുന്ന, മൂഡ് സ്വിങ്സ് അനുഭവിക്കുകയും അത് ചില ഘട്ടങ്ങളിൽ രോഗാവസ്ഥയിലേക്ക് പോലും പോകുന്ന സ്ത്രീകളോടുമൊക്കെ ഇങ്ങനെയല്ല നിങ്ങൾ പെരുമാറേണ്ടത്. അതൊരിക്കലും ഒരു ആധുനിക മനുഷ്യന് ചേരുന്ന രീതിയല്ല, നീതിയല്ല.